ഇന്ത്യയുടെ ടോയ് സിറ്റി അല്ലെങ്കിൽ ഗൊംബേലൂർ എന്നറിയപ്പെടുന്ന ചന്നപട്ടണയിലാണ് ഇന്ന് ഞാനുള്ളത്. ചന്നപട്ടണയിലെ ക്രാഫ്റ്റ്സ് പാർക്കിലെ മനോഹരമായിട്ടുള്ള വിശേഷങ്ങളെല്ലാം കാണാം. വെൽക്കം ടു ക്രിപ്സി വ്ലോഗ്സ്. ബാംഗ്ലൂർ നഗരത്തിൽ നിന്നും ഏകദേശം 70 കിലോമീറ്റർ അകലെയാണ് ചന്നപട്ടണ എന്ന ഗ്രാമം. 18ാം നൂറ്റാണ്ടിലാണ് ചന്നപട്ടണ ഒരു കളിപ്പാട്ട നഗരമായി മാറുന്നത്. അന്നത്തെ മൈസൂർ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താൻ പേർഷ്യയിൽ നിന്ന് കുറച്ച് കരകൗശല വിദഗ്ധരൊക്കെ കൊണ്ടുവന്ന് ഈ പ്രദേശത്തെ കരകൗശല വിദഗ്ധരെ പരിശീലിപ്പിച്ചൊരു കാലമായിരുന്നു അത്. ഇന്ന് ചന്നപട്ടണയിലെ ഈ കളിപ്പാട്ടങ്ങൾക്ക് യുനെസ്കോ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് കൂടി ലഭിച്ചിട്ടുണ്ട്. പരിസ്ഥിതി സൗഹൃദവും വിഷരഹിതവുമാണ് ഇവിടുത്തെ ടോയ്സ് എല്ലാം. ഐവറി വുഡ് ഉപയോഗിച്ചാണ് എല്ലാ ടോയ്സും ഉണ്ടാക്കുന്നത്. ടോയ്സിന് പുറമെ ആഭരണങ്ങൾ, ഹോം ഡെക്കറേഷൻ ഐറ്റംസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഈ കരകൗശല വിദ്യ ചന്നപട്ടണത്തിലെ ജനങ്ങളുടെ സമ്പത്തിന്റെ ഒരു ഭാഗമാണ്. 5000-ലധികം വരുന്ന കരകൗശല വിദഗ്ധർ, സ്ത്രീ സംഘടനകൾ ഉൾപ്പെടെ ഇതിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. കരകൗശല വിദഗ്ധരെ സാമ്പത്തികമായി ശക്തിപ്പെടുത്തുക, യുവതലമുറയെ ഈ കലയിലേക്ക് ആകർഷിക്കുക, പരമ്പരാഗത രൂപകൽപ്പനകളെ മോഡേൺ ഡിസൈനുമായി ബന്ധിപ്പിക്കുക എന്നിവയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം. മുൻകാലങ്ങളിൽ ചന്നപട്ടണയിലെ ഈ കരകൗശല വിദ്യകൾ പുരുഷന്മാരുടെ മേഖലയായി കണക്കാക്കപ്പെട്ടിരുന്നു. പക്ഷേ 2010 മുതൽ സർക്കാരും NGOകളും സ്വയം സഹായ സംഘങ്ങൾ എന്നിവയുടെ പിന്തുണയോടുകൂടെ സ്ത്രീകൾ ഈ മേഖലയിൽ പ്രവേശിച്ചു. ഇന്ന് ഈ മേഖലയിലെ 40% തൊഴിലാളികൾ സ്ത്രീകളാണ്. ലെയ്ത്ത് യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത് മുതൽ ഡിസൈനിങ്, മാർക്കറ്റിംഗ്, പാക്കിംഗ് എന്നിങ്ങനെ എല്ലാ ഘട്ടങ്ങളിലും അവർ മുന്നിലാണ്. ചന്നപട്ടണയിലെ കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കുന്നത് നിരവധി ഘട്ടങ്ങളുള്ളൊരു പ്രക്രിയയാണ്. ഓരോന്നിനും കഴിവും കൃത്യതയും ആവശ്യമാണ് കേട്ടോ. ആദ്യം മരത്തടികളൊക്കെ രണ്ടായി പിളരുന്നത് തടയാൻ വേണ്ടിയിട്ട് അതിനെ സീസൺ ചെയ്യുന്നു. ശേഷം അതിനാവശ്യമായ ആകൃതിയിലാക്കാൻ വേണ്ടി ലെയ്ത്ത് മെഷീനിൽ വെക്കുന്നു. ലെയ്ത്ത് മെഷീനിലെ മരത്തടികൾ സ്പിൻ ചെയ്ത് കലാകാരന്മാർ കൈകൾ ഉപയോഗിച്ചും അതുപോലെ തന്നെ അവരുടെ ടൂളുകൾ ഉപയോഗിച്ചുമാണ് പല രൂപങ്ങളാക്കി മാറ്റുന്നത്. ഒരു മരത്തടി മനോഹരമായ ഒരു കളിപ്പാട്ടമായി മാറുമ്പോൾ അതിൻ്റെ ഓരോ പ്രക്രിയയും കണ്ടു നിൽക്കാൻ ഭയങ്കര ഭംഗിയാണ്. ചന്നപട്ടണയിലെ ഈ ക്രാഫ്റ്റ് പാർക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾക്കും ടോയ് ഉണ്ടാക്കാനുള്ള അവസരമൊക്കെ ലഭിക്കും കേട്ടോ. അത് വേറിട്ടൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ടോയ്സ് കൂടുതലും കുട്ടികളാണ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നാച്ചുറൽ കളേഴ്സാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ലേക്കർ കോട്ടിങ്ങും പോളിഷിങ്ങും കഴിയുമ്പോഴാണ് കളിപ്പാട്ടത്തിന് അതിൻ്റെ പ്രത്യേക തിളക്കം വരുന്നത് കേട്ടോ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിനോദസഞ്ചാരികൾ ഈ നഗരത്തിൽ എത്തുന്നുണ്ട്. ഇവിടെയുള്ള കളിപ്പാട്ടങ്ങൾ വാങ്ങാനും ഇതുണ്ടാക്കുന്നത് കാണാനുമായിട്ടാണ് അവരെത്തുന്നത്. ഇത് ചന്നപട്ടണയുടെ പ്രാദേശികമായിട്ടുള്ള സമ്പദ് വ്യവസ്ഥയെ വലിയ തരത്തിൽ സഹായിക്കുന്നുണ്ട്. ലേക്കർ കോട്ടിങ്ങും പോളിഷിങ്ങും എല്ലാം കഴിഞ്ഞ ഒരു ടോയ് ആണ് നിങ്ങൾ കാണുന്നത്. നല്ല തിളക്കമുള്ള ഈ ടോയ് കാണാൻ നല്ല രസമല്ലേ? കളിപ്പാട്ടങ്ങളുടെ തിളക്കം കൂട്ടുന്ന പ്രോസസ്സാണ് ഇത്. പനയോലിയും വെളിച്ചെണ്ണയും ഉപയോഗിച്ചാണ് ഈ ഓരോ കളിപ്പാട്ടങ്ങളും തിളക്കം കൂട്ടുന്നത്. പലതരത്തിലുള്ള കാർവിങ്ങുകളും ഡിസൈനുകളും എല്ലാം ഈ മെഷീനുകൾ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ലെയ്ത്ത് മെഷീനിന് പുറമെ CNC മെഷീനുകളും ലേസർ കട്ടിംഗ് മെഷീനുകളും എല്ലാം ഇവിടെ ഉണ്ട്. CNC മെഷീനാണ് അത് വന്നിട്ട് ബർൺ ആക്കി കട്ട് അയച്ചിട്ടുണ്ട്. ഇതിൽ ബിറ്റല് കട്ട് பண்ணுவாங்க. இது வந்துட்டு சேம் கொரல்ட்ரா சாஃப்ட்வேரோ PDF ஃபைல் பண்ணிட்டு ரெண்டாவது காப்பி பண்ணிட்டு ஒட்டு அரேஞ்ச் பண்ணிட்டீங்களா, இதே மாதிரி ஃபிட் பண்ணிட்டீங்களா, അതേ ബിറ്റലി കട്ട് അയച്ചിട്ടുണ്ട്. നമ്മളിവിടെ കാണുന്നത് ഇന്ത്യയുടെ മാപ്പ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കേട്ടോ. ലേസർ മെഷീൻ വെച്ചിട്ട് ഇന്ത്യയുടെ മാപ്പ് ഉണ്ടല്ലേ കട്ട് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല ഹൈ എക്യുപ്മെൻറ്റ്സ് ആണുള്ളത്. നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള മെഷീൻസൊക്കെയാണുള്ളത്. ലേസർ കട്ടിംഗ് ഉണ്ട്, അതുപോലെ തന്നെ CNC മെഷീൻസാണ് ഇത് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങളിപ്പോൾ കാണുന്നത് ഒരു കുഞ്ഞ് ഗ്യാസ് സ്റ്റവിൻ്റെ മോഡലാണ് കേട്ടോ. കുട്ടികൾക്ക് കളിക്കുന്നതിന് വേണ്ടി പല കമ്പനികളും ഡിസൈൻ ഇവിടെ ഏൽപ്പിച്ച് ഇതുപോലെ നിർമ്മിക്കലാണ് പതിവ്. പലതരത്തിലുള്ള ഡിസൈൻസ് ആണ് ഇവിടെ മരത്തടികൾ കൊണ്ട് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ പല നിറങ്ങളുണ്ട്. എല്ലാം നാച്ചുറൽ കളേഴ്സ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള പച്ചക്കറികളുടെയും പഴങ്ങളുടെയും എല്ലാം നിറങ്ങൾ തന്നെയാണ് ഈ കളിപ്പാട്ടങ്ങളിൽ ഉപയോഗിക്കുന്നത്. ബൾക്കായിട്ടുള്ള ഓർഡറുകളെല്ലാം വരുന്ന സമയത്ത് ഇതുപോലുള്ള മെഷീനുകളിലെയാണ് ആശ്രയിക്കുന്നത്. ಆರ್ಟಿಸನ್ ಮಾಡೋಷ್ಟಕ್ಕೆ ಸ್ವಲ್ಪ ಸ್ಲೋ ಆಗುತ್ತೆ. ಈಗ ಫಾಸ್ಟ್ ನಮಗೆ ಅರ್ಜೆಂಟ್ ಆರ್ಡರ್ಸ್ ಇದೆ, ಜಾಸ್ತಿ ಅಂದರೆ ಪ್ರೊಡಕ್ಟಿವಿಟಿ ಜಾಸ್ತಿ ಮಾಡೋಕ್ಕೆ ಈ ಮಷೀನ್ ಯೂಸ್ ಮಾಡ್ತೀವಿ. ಈ ಥರ ಮರ ಕೊಟ್ಟರೆ ಈ ಥರ ಬರುತ್ತೆ.
മാനുഫാക്ചറിങ്ങിന് ശേഷം ക്വാളിറ്റി ചെക്ക് എന്ന പ്രോസസ്സിലോട്ടാണ് പോകുന്നത്. ഓരോ പീസുകളും കൃത്യമായി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ പാക്ക് ചെയ്ത് അത് കസ്റ്റമറിലേക്ക് എത്തുകയുള്ളൂ. ലേസർ പ്രിന്റിംഗ് ടെക്നോളജി ഉപയോഗിച്ച് ഇതുപോലുള്ള വുഡൻ പീസുകളിലെല്ലാം നമ്മുടെ കമ്പനിയുടെ ലോഗോയോ നിങ്ങൾക്ക് ആവശ്യമുള്ള ഡിസൈനോ പ്രിന്റ് ചെയ്യാനും സാധിക്കും കേട്ടോ. നിങ്ങൾ ഈ കാണുന്നതാണ് ലേക്കർ. ഇതാണ് നമ്മുടെ ടോയ്സിനെല്ലാം നിറങ്ങൾ നൽകുന്നത്. ക്വാളിറ്റി ചെക്ക് എല്ലാം കഴിഞ്ഞ് പിന്നെ നേരെ പാക്കിംഗ് സെക്ഷനിലോട്ടാണ് പോകുന്നത്. കൃത്യമായ പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് പിന്നെ നേരെ കസ്റ്റമറിലോട്ട് ഈ പ്രോഡക്റ്റുകൾ എത്തുന്നു. നിങ്ങൾ ഈ കാണുന്നത് ക്യൂട്ടായിട്ടൊരു തേനീച്ചയുടെ ആകൃതിയിലുള്ള ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് ആണ്. നല്ല ക്യൂട്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരെണ്ണം വാങ്ങി. നമ്മുടെ നാട്ടിലുള്ള കൈത്തറി ഗ്രാമങ്ങൾ പോലെ വളരെ പരമ്പരാഗതമായിട്ടുള്ള ചന്നപട്ടണ തീർച്ചയായും നിങ്ങൾ ഒരു തവണയെങ്കിലും വന്ന് കാണണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.